ഹായ് ഫ്രണ്ട്സ്, സലാം ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഗവിയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിലുള്ള ഗവിയിലേക്കാണ്. നമ്മൾ ഇന്ന് നമ്മുടെ സ്വന്തം കാറിൽ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് ഗവിയിലേക്കുള്ള KSRTC ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ ഇപ്പം ഇവിടെ നിന്ന് 4:30 കോന്നിയിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ നേരെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവിടെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്നും 5:30 ബസ്സിൽ ഗവിയിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കാർ പാർക്കിംഗ് ഏരിയയിൽ നമ്മുടെ കാർ സുരക്ഷിതമായി പാർക്ക് ചെയ്തു. കാർ പാർക്കിങ്ങിന് 50 രൂപയാണ് ഫീസ് ഈടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ 4:50 ആയപ്പോൾ തന്നെ എത്തിയിരുന്നു. ഇനി നമ്മൾ ഗവിക്കുള്ള ബസ് നോക്കി നിൽക്കുകയാണ്. ബസ് 5:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഗവിക്ക് പോകാനുള്ള ബസ്. കൃത്യം 5:30 ബസ് സ്റ്റാൻഡിൽ നിന്നും എടുത്തു. പത്തനംതിട്ടയിൽ നിന്നും വടശ്ശേരിക്കര, ചിറ്റാറ്, സീതത്തോട്, ആങ്ങമൂഴി വഴിയാണ് നമ്മൾ ഗവിക്ക് പോകുന്നത്. ഇപ്പോൾ ആങ്ങമൂഴിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടി ഒരു 15 മിനിറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിർത്തി തരുന്നതാണ്. കാവേരി ഹോട്ടൽ എന്ന ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നും വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇതാണ് ആങ്ങമൂഴിയിൽ നിന്നും ഗവിയിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്കും തിരിച്ച് കുമളിയിൽ നിന്നും ഗവി വഴി പത്തനംതിട്ടയിലേക്കും KSRTC ബസ് സർവീസുകൾ നടത്തുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും രാവിലെ 5:30, 6:30, 11:30 സർവീസ് നടത്തുന്നത്. കുമളിയിൽ നിന്ന് രാവിലെ 5:30, ഉച്ചയ്ക്ക് 12:30, 1:30 സർവീസുകൾ നടത്തുന്നത്. ഇതുകൂടാതെ നമുക്ക് നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിലും ആങ്ങമൂഴി വഴി ഗവിക്ക് പോകാം. മുൻകൂട്ടി ബുക്ക് ചെയ്ത ആദ്യ 30 വാഹനങ്ങൾക്ക് മാത്രമേ ഒരു ദിവസം ഇതുവഴി കടത്തിവിടുകയുള്ളൂ. രാവിലെ 8:30 മുതൽ 12 മണി വരെ മാത്രമേ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. കാരണം കയറുന്ന വാഹനങ്ങൾ വൈകിട്ട് 4 മണിക്ക് മുമ്പായി വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടക്കുകയും വേണം. എന്നാൽ ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ പ്രവേശനം അനുവദിക്കുന്നതല്ല. അതിന് കാരണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പത്തനംതിട്ട ജില്ലയിലെ ഒരു വനപ്രദേശമാണ് ഗവി. പശ്ചിമഘട്ടത്തിലെ പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമായി ഇവിടെ വനം വികസിത കോർപ്പറേഷൻ ഒരുക്കുന്ന നിയന്ത്രിത വിനോദസഞ്ചാര സൗകര്യങ്ങൾ നിലവിലുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി ഉയരത്തിലാണ് ഗവി സ്ഥിതി ചെയ്യുന്നത്. പുൽമേടുകളാൽ സമ്പന്നമായ മൊട്ടക്കുന്നുകളാണ് ഗവിയുടെ മറ്റൊരു പ്രത്യേകത. ഇവിടെ ഒരു കുന്നിൻപുറത്ത് നിന്ന് നോക്കിയാൽ ശബരിമലയുടെ ഒരു വിദൂര ദൃശ്യം ലഭിക്കും. അത്യപൂർവമായ പുഷ്പങ്ങളും മരങ്ങളും ഇവിടെ എത്തുന്ന പ്രകൃതി സ്നേഹികളെ ആകർഷിക്കാറുണ്ട്. പക്ഷി നിരീക്ഷകർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഗവി. മലമുഴക്കി, വേഴാമ്പൽ, മരംകൊത്തി മുതലായ 323 തരം പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെ കൂട്ടങ്ങളുടെയും ഒരു സഞ്ചയം തന്നെ ഇവിടെയുണ്ട്. കടുവ, ആന, പുലി, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ മേഖല. ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരം ഇവിടെ കൃഷി ചെയ്ത ഏലക്കാടുകൾ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഏറ്റെടുത്തു. 80കളുടെ ആദ്യം ശ്രീലങ്കയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട തമിഴ് വംശജരാണ് ഏലത്തോട്ടത്തിലെയും ഫാക്ടറികളിലെയും തൊഴിലാളികളായി അധികവും. ഗവി ഇവരുടെ നാടാണെന്ന് തന്നെ പറയാം. കിലോമീറ്ററുകളോളം നീളത്തിൽ കാടിൻ്റെ ഹൃദയത്തിലൂടെയുള്ള യാത്ര വിനോദസഞ്ചാരികൾ ഒരു നവ്യാനുഭവമാകും. ആനക്കൂട്ടങ്ങൾക്ക് പുറമെ നീലഗിരി താർ എന്ന വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവ കാട്ടിൽ വിഹരിക്കുന്നു. കാടിൻ്റെ നിശബ്ദത ആസ്വദിച്ച് മറ്റു ശല്യങ്ങൾ ഒന്നുമില്ലാതെ വന്യമൃഗങ്ങളെ കാണാനായി ട്രക്കിങ്ങിന് പോകാനും വനപാലകരുടെ സുരക്ഷയിൽ കാടിനുള്ളിലെ ടെൻറ്റിൽ താമസിക്കുവാനും അവസരമുണ്ട്. ഇതിനു പുറമെ ബോട്ടിങ്ങിനും ജംഗിൾ സഫാരിയും സാധ്യമാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെയും കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയും മേൽനോട്ടത്തിൽ ഇവിടെ വിവിധ പാക്കേജുകൾ നിലവിലുണ്ട്. പക്ഷേ മുൻകൂട്ടിയുള്ള ബുക്കിംഗ് ആവശ്യമാണ്. ഇവയുടെ ബുക്കിങ്ങിന് ആവശ്യമായ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓർഡിനറി എന്ന മലയാള സിനിമയാണ് ഗവി ഒരു പ്രമേയമായി ചിത്രീകരിച്ച ആദ്യ സിനിമ. ഈ സിനിമ വഴി ഗവി ജനഹൃദയങ്ങളിൽ കൂടുതൽ ഇടം പിടിച്ചു.
പത്തനംതിട്ട മുതൽ ആങ്ങമൂഴി വരെ 40 കിലോമീറ്ററും ആങ്ങമൂഴി മുതൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെ 73 കിലോമീറ്ററും വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് മുതൽ വണ്ടിപ്പെരിയാർ വരെ 8.7 കിലോമീറ്ററും വണ്ടിപ്പെരിയാർ മുതൽ കുമ്മളി വരെ 14 കിലോമീറ്ററാണുള്ളത്. ആങ്ങമൂഴി മുതൽ ഗവി വരെയുള്ളത് 56 കിലോമീറ്റർ വനമേഖലയാണ്. പത്തനംതിട്ട മുതൽ കുമ്മളി വരെ 132.7 കിലോമീറ്റർ ദൂരമുണ്ട്. പത്തനംതിട്ട മുതൽ കുമ്മളി വരെ ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് 208 രൂപയാണ്. ഇതാണ് നമ്മുടെ യാത്രയിൽ ആങ്ങമൂഴി കഴിഞ്ഞുള്ള ആദ്യത്തെ ഡാം, മൂഴിയാർ ഡാം. നമ്മുടെ കണ്ടക്ടർ ഷിജു സാറ് നമുക്ക് ഈ യാത്രയിലുടനീളം എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും നല്ലതുപോലെ വിവരണങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ റാന്നി വനമേഖലയിൽ കക്കി റിസർവോയിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയ ഒരു അണക്കെട്ടാണ് മൂഴിയാർ അണക്കെട്ട്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഈ അണക്കെട്ടിലെ ജലം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. 192.5 മീറ്ററായാണ് ജലനിരപ്പിൻ്റെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. KSB ആണ് അണക്കെട്ടിൻ്റെ അറ്റകുറ്റപ്പണികളും മറ്റു അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സുബേർ സാറ്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നോഹയുടെ പേടകം ഉണ്ടാക്കിയ ഗോഫട്രിസ് ഇന്ത്യയിലാകെ 2 എണ്ണമേ ഉള്ളൂ. അത് രണ്ടും നമ്മുടെ ഗവിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഇവിടെ ഗോഫട്രിസ് കണ്ടെത്തിയത്. പിന്നീട് വനം വകുപ്പ് പഠനങ്ങളിലൂടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂവിടാതെ കായ്ക്കും എന്നതാണ് ഈ മരങ്ങളുടെ പ്രത്യേകത. ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പ്.
ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ഉപയോഗിച്ച് കക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം മൂഴിയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ഈ എതിരെ പോകുന്ന ബസ്സാണ് രാവിലെ 5:30 കുമളിൽ നിന്നും വരുന്നത്. ഇതാണ് കക്കി ഡാമിൻ്റെ റിസർവോയർ. ഇവിടെ നമുക്കൊരല്പനേരം ബസ് ഒതുക്കി നിർത്തി ഫോട്ടോകൾ എടുക്കാനും കാഴ്ചകൾ കാണാനുമെല്ലാം അവസരം ലഭിച്ചിരുന്നു. അതിനെ കണ്ടോ മ്ലാവിന്? റാന്നിയിലല്ലയോ? ഓ ശരി ശരി. 5.5 കൊല്ലമായിട്ട് ഈ വണ്ടി തന്നെ. ഈ ഡാമെന്ന് നോക്കിയേ, ഈ ഡാമിന് ഷട്ടറില്ല. എന്നാ ചോദിച്ചാൽ മുമ്പേ നമ്മൾ 3 പൈപ്പ് കണ്ടില്ലേ? ഈ ഡാമിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അങ്ങോട്ടേക്ക് ഇവിടെ തുരങ്കം ഉണ്ടാക്കി ഈ മല കിഴിച്ച് തുരങ്കത്തിൽ കൂടെ അങ്ങ് കൊണ്ടുപോയി അവിടെ വെള്ളം എടുക്കും. ഈ കാട്ടിലുള്ള എല്ലാ ഡാമിലെ വെള്ളം വന്ന് വീഴുന്ന ഈ ഡാമിലോട്ടാണ്. ഏറ്റവും കൂടുതൽ ആഴം ഇടുക്കി ഡാം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഴമുള്ളത് ഈ ഡാമിലാണ്. ഇതാണ് കക്കി ഡാം. നമ്മൾ ഇപ്പോൾ കേട്ട ശബ്ദം നമ്മുടെ കണ്ടക്ടർ ഷിജു സാറിൻ്റെയാണ്.
നിറം കണ്ടോ, ഒരു ഡാമിലെ കറുത്ത പാട് കണ്ടോ, അത്ര ഉയരത്തിൽ വെള്ളം വരുന്നതാണ്. നല്ല മഴയൊക്കെ അത്ര ഉയരത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ തുറന്നു വിടുന്ന ഇടാൻ പറ്റുമോ? താഴെ വേറെ ഡാം, വേറെ തുറന്നു. ഇത് തുറക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ വെള്ളമാണ് എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വെള്ളം വരുമ്പോൾ താഴെ ഡാം തുറക്കും. വണ്ടി 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 ഇവിടെ നിർത്തിയിട്ട് വിടും. അവർക്ക് വരട്ടെ. ഇത് എല്ലാരും ഇടത്ത് സൈഡിലോട്ട് നോക്കിയേ. ആ ഒരു നീല അതിനാണ് തുരങ്കത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് ഇവിടുന്നാണ് തുരങ്കം അങ്ങോട്ട് ഉണ്ടാക്കിയത്. തുരങ്കം എന്ന് പറയാണല്ലോ, അപ്പൊ ഇതിന്റെ താഴെ അടിയിലുണ്ടല്ലോ, അവിടെ താഴത്തെ തുരങ്കം പോകും. വേറൊരു കാര്യം അവിടെ കാണുന്ന മല, ആ മലയാണ് ശബരിമല മകരവിളക്ക് സ്ഥലത്തെ പൊന്നമ്പല മേട്. ആ മകരവിളക്കിന്റെ ദിവസം നമുക്ക് ഈ ഡാം എന്ന് കഴിഞ്ഞാൽ വിളക്ക് കത്ത കാണാൻ പറ്റും. അങ്ങനെ ദൂരെ കാണാം. ഇതാണ് കക്കി ഡാം. സീഴത്തോട് ഗ്രാമപഞ്ചായത്തിൽ റാന്നി വനമേഖലയിൽ പമ്പ നദിയുടെ പോഷക നദിയായ കക്കി നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അണക്കെട്ടാണ് കക്കി അണക്കെട്ട്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി 1966 ഇത് പണി കഴിപ്പിക്കപ്പെട്ടത്. പമ്പ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളവും കക്കി നദിയിലെ വെള്ളവുമാണ് ഈ അണക്കെട്ടിൻ്റെ ജലസ്രോതസ്സുകൾ. പമ്പ അണക്കെട്ടിൽ നിന്ന് 3.21 കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ തുരങ്കം വഴിയാണ് വെള്ളം കക്കിയിലെത്തിക്കുന്നത്. 336 മീറ്റർ നീളവും 116 മീറ്റർ ഉയരവുമുള്ള അണക്കെട്ട് സമുദ്രനിരപ്പിൽ നിന്നും 981.45 മീറ്റർ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അണക്കെട്ടിലെ വെള്ളം മലനിരകൾക്കിടയിലൂടെ ഒഴുകിപ്പോകുന്നത് തടയാൻ ഒരു പാർശ്വ അണയെന്ന നിലയിലാണ് ആനത്തോട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ആനത്തോട് അണക്കെട്ട്. കക്കി ആനത്തോട് ഡാമുകളിൽ സംഭരിക്കുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് ശബരിഗിരി പവർ ഹൗസിൽ എത്തിക്കുന്നത്.
تكبير تسبيح ഇതാണ് നമ്മുടെ ഈ വഴിയിലുള്ള 4ാമത്തെ ഡാമായ പമ്പ ഡാം. ഈ പമ്പ ഡാമിൻ്റെ മുകളിലൂടെ മാത്രം നമ്മൾ യാത്ര ചെയ്യുന്നില്ല. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി 1967 ഇത് പണി കഴിപ്പിക്കപ്പെട്ടത്. നമ്മൾ ഈ കാണുന്നത് മുൻപ് പറഞ്ഞിട്ടുള്ള ശ്രീലങ്കൻ വംശജരാണ്. ഇതെല്ലാം ഇവർ താമസിക്കുന്ന വീടുകളാണ്. ഇപ്പോൾ ഇവിടേക്ക് ഒരു വാഹനങ്ങളും കടത്തിവിടുന്നതല്ല. ഈ KSRTC ബസ് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരുടെ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ബസ് അനുവദിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് LP സ്കൂള്. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഏക ആശ്രയം ഈ LP സ്കൂൾ മാത്രമാണ്. ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ഉണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ നീതി സ്റ്റോർ.
ഈ പ്രദേശത്തുള്ള യാത്രക്കാർ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ വണ്ടിയിലാകെ ഒരു തിക്കും തിരക്കുമൊക്കെ ആയിട്ടുണ്ട്. ഇവരിൽ പലരും വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ഇറങ്ങാനുള്ളവരും വണ്ടിപ്പെരിയാർ ഇറങ്ങാനുള്ളവരും കുമളിയിലേക്കുള്ളവരും ഒക്കെയാണ്. ഇതാണ് ഗവി. നമ്മൾ സഞ്ചാരികളെ ആരെയും തന്നെ ഗവിയിൽ ഇറക്കില്ല എന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ ഈ വഴിയിലുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും ഡാമായ ഗവി ഡാം. സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ റാന്നി വനമേഖലയിൽ വിനോദസഞ്ചാര കേന്ദ്രമായ ഗവിയിൽ ഗവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് ഗവിയാർ അണക്കെട്ട്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണിത്. 97.54 മീറ്റർ നീളവും 17.07 ഉയരവുമുള്ള ഈ അണക്കെട്ട് 1989 പണി കഴിഞ്ഞത്. അണക്കെട്ടിന് സ്പിൽവേ ഇല്ല. കുള്ളാർ അണക്കെട്ടിൻ്റെ സ്പിൽവേയിലൂടെ വെള്ളം ഒഴുക്കുവാനുള്ള സൗകര്യം. ഇപ്പോൾ ഗവിയിൽ നല്ല ഉണക്കാണ്. പുൽമേടുകൾ എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ബസ്സുകളിൽ വരുന്നവരെ ഗവിയിൽ ഇറക്കുകയില്ല. സഞ്ചാരികൾ എത്തിയാൽ കാട്ടുതീയും മറ്റും ഭയന്നാണ് ഇവിടെ സഞ്ചാരികളെ ഇറക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗവിയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാത്തത്. ഉണക്കായതുകൊണ്ട് ഗവി കഴിയുമ്പോഴേക്കും യാത്രയും ഒരൽപ്പം ബോറായി തുടങ്ങും. അതുകൊണ്ട് ഗവിയിലേക്ക് വരുന്നവർ, ഗവിയിലേക്കെന്നല്ല ഏതൊരു വനപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും മഴക്കാലത്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ കാടിൻ്റെ ശരിക്കും ഭംഗിയും മൃഗങ്ങളെയും ഒക്കെ കണ്ട് നമുക്ക് യാത്ര ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഗവിയിലേക്ക് വരുന്നവർ ഇവിടുത്തെ മൃഗങ്ങളെയൊക്കെ കാണണമെങ്കിലും യാത്ര കൂടുതൽ ആസ്വദിക്കണമെങ്കിലും നിർബന്ധമായും ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാക്കേജുകളൊക്കെ എടുത്തിരിക്കണം. ജംഗിൾ സ്റ്റേയും ജംഗിൾ സഫാരിയും ട്രക്കിങ്ങും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈ ഗവി ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.